ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദളപതി വിജയ് അണ്ണനെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ്. അതായത് എൻ്റെ ജസ്റ്റ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസങ്ങളാണോ 2 ദിവസം മുമ്പാണോ എന്ന് എനിക്കറിയത്തില്ല, മലേഷ്യയിൽ വെച്ച് ഓഡിയോ ലോഞ്ച് നടത്തുക ഉണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് വിജയ് സാറ് പറഞ്ഞത് ഇനി സിനിമയിലേക്ക് ഇല്ല, കംപ്ലീറ്റ് രാഷ്ട്രീയത്തിലേക്ക് എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത്. അതായത് ഇനി സിനിമയെ ചെയ്യുമോ എനിക്കറിയത്തില്ല. വിജയ് സാറിൻ്റെ ഒരു സ്വഭാവം ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ സിനിമ ചെയ്യാൻ വളരെ ചാൻസ് കുറവായിരിക്കും എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു ഇത്ര നാളത്തെ, അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരിത് വെച്ച് പറയുവാണെങ്കിൽ മിക്കവാറും ഇനി അധികം സിനിമ കാണാൻ വഴിയുണ്ടാകത്തില്ല. നമുക്ക് കാണുന്നത് തന്നെ പഴയ സിനിമകൾ തപ്പിപ്പിടിച്ചിരുന്ന് കാണേണ്ട വരും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിജയ് സാറ് ഫുൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും പുള്ളി സിനിമയിൽ കംപ്ലീറ്റ് ഒരു പക്ക ഒരു നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കാനേ വഴിയുള്ളൂ, സിനിമയിൽ കാണാൻ വഴിയില്ല എനിക്ക്. പക്ഷേ ഓഡിയോ ലോഞ്ചിൻ്റെ അകത്തും എൻ്റെ അകത്തൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി രാഷ്ട്രീയം, അതായത് സിനിമയിൽ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് രാഷ്ട്രീയത്തിലായിട്ട് ഇറങ്ങി സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു എന്താ പറയുക വിഷമം തോന്നി. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈഫിൽ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഒരു നടന്മാരുടെ ഫാനും ആയിട്ടില്ല ഒരിക്കലും. അതായത് ഇതുവരെ ഒരു നടന്മാരുടെ, അതായത് നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെയുള്ള നടന്മാരൊക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ, അവരുടെ ഫാൻ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പേരിനൊരു ഞാൻ മോഹൻലാൽ ഫാനാണ് ചുമ്മാ അങ്ങനെ ഒരു പറയുന്നല്ലാതെ ഒരു റിയൽ ഫാൻ എന്നുള്ള രീതിയിൽ ഞാനിതുവരെ അങ്ങനെ നിന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചുമ്മാ പറയുമ്പോൾ ഞാൻ മോഹൻലാൽ ഫാനാ, അല്ല ഞാൻ മമ്മൂട്ടി ഫാനാ, അല്ല ഞാൻ പൃഥ്വിരാജ് ഫാനാ എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നുള്ളൂ. പക്ഷേ ഈ പുള്ളിയുടെ പടങ്ങളും കണ്ട് മാത്രമല്ല, അല്ലാതെ പുള്ളിയുടെ പേഴ്സണാലിറ്റി, അതായത് ജനങ്ങളോടുള്ള പേഴ്സണാലിറ്റിയും ആ ഒരു സ്വഭാവം എല്ലാം കണ്ട് ഞാൻ ശരിക്കും ഒരു ആരാധകനായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാധകനായി. പുള്ളിയുടെ പഴയ പടങ്ങളാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. അതായത് ഗില്ലി എന്നൊക്കെ പറഞ്ഞ പടം നല്ല ഫേമസ് പടമാണല്ലോ. അപ്പോൾ ആ പടത്തിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ പുള്ളിയുടെ വാരിസ് അങ്ങനെയുള്ള ഈ ആ ഒരു സമയത്ത് ഇറങ്ങിയ പടങ്ങളാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ പടവും പിന്നെ മെർസൽ, അതൊക്കെ ഈ ചില പടങ്ങളൊക്കെയാണ് ഈ TV വന്നിട്ടുള്ള കണ്ട് പരിചയമുള്ളൂ. അപ്പോൾ ആ പടം കണ്ടും പിന്നെ അല്ലാതെ പുള്ളിയുടെ അല്ലാത്തുള്ള പേഴ്സണാലിറ്റിയും കണ്ടെല്ലാം ഫാനായതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിലൊരു ട്രൂ ഫാനെന്ന് പറയാനുള്ള ഒരു ഇത് വേണേൽ വിജയ് സാറിൻ്റെ ഒരു ആരാധകൻ വേണേൽ പറയാം. കാരണം വേറൊരു നടനോടും എനിക്കിതുപോലൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷേ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്ക് എന്തോരം ഹെയ്റ്റേഴ്സും കുറേ ആൾക്കാരും ഒക്കെ പുള്ളീനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാവരും ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് അങ്ങനെ തോന്നിയിട്ടില്ലാത്തൊരു മനുഷ്യനാണ് ഉള്ള കാര്യം പറയുവാണെങ്കിൽ. കാരണം കുറേ പേര് പുള്ളീനെ ഇപ്പോൾ പുള്ളിയുടെ ഒരു പടം ഇറങ്ങി ഫ്ലോപ്പായിട്ടുണ്ട്, കുറേ പേരിങ്ങനെ എന്നാ പറയണേ, പുള്ളിയുടെ പടം കാണാൻ ആരെങ്കിലും പോവുമോ, അങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ പറയാനായിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, വേറൊരു നടൻ്റെ പോലെയല്ല, പുള്ളിയുടെ ഫാനായി പിന്നെ എന്താണെന്നറിയത്തില്ല, അങ്ങ് വെറുക്കാൻ തോന്നിയിട്ടില്ല. ഇഷ്ടം ഓരോരോ പുള്ളിയുടെ സ്പീച്ചും, അതായത് പല സിനിമകളുടെ ഇറങ്ങുമ്പോഴും ഓഡിയോ ലോഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഓരോരോ വേർഡ്സും പുള്ളിയുടെ വാക്കുകളും എല്ലാം സിനിമയെല്ലാം കാണുമ്പോഴും ഇഷ്ടം കൂടുമല്ലാതെ ഇതുവരെ കുറഞ്ഞിട്ടില്ല. അത് മിക്ക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബേഴ്സും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനീ പറയുന്നത്. ഒട്ടും തന്നെ കൂടുമല്ലാതെ കുറഞ്ഞിട്ടില്ല.
പക്ഷേ ഇപ്പോൾ ഈ കംപ്ലീറ്റ് സിനിമയും വിട്ട് ഇതുപോലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം. കാരണം ഇനിയിപ്പോൾ നമുക്ക് പുള്ളിയുടെ സിനിമ കാണാൻ പറ്റില്ല. കാരണം 2026-ലാണല്ലോ മറ്റേ ഇലക്ഷൻ്റെയും ഒക്കെ തമിഴ്നാട്ടിൽ അതിൻ്റെ മെയിൻ ഇത് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് സിനിമയും കൂടി ഉള്ളല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ കാരണം നമ്മൾ ഇനിയിപ്പോൾ വേറെ കാണണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ OTT തപ്പണം, അല്ല പഴയ ഏതെങ്കിലുമൊക്കെ സിനിമ എടുത്തിട്ട് കാണുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല നമുക്ക് കാണാനായിട്ട്. അതോർക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട്. പിന്നെ അതിലും ഉപരി നമുക്കൊരു ചെറിയ സന്തോഷം എന്ന് വേണേൽ പറയാം. കാരണം പുള്ളിയുടെ ഒരു ഫാൻസ് എന്നുള്ള രീതിക്ക്, അതായത് പുള്ളി ജനങ്ങളോട് ഒരു നല്ല രീതിക്കുള്ള പ്രവർത്തനം, അങ്ങനെയൊക്കെ ഒരു പുള്ളിയുടെ പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് സന്തോഷിക്കാനും ഉള്ള വകുപ്പുണ്ട്. കാരണം അത്ര നല്ലൊരു ആക്ടറുടെ ഫാനായതിലും പുള്ളിക്ക് ജനങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റും എല്ലാം, ജനങ്ങളോടാണേലും ആരാധകരോടാണേലും അങ്ങനെ ഏത് തരക്കാരോടാണേലും ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, സ്നേഹവും ഒക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് പുള്ളി രാഷ്ട്രീയത്തിലും ഇറങ്ങി അവിടെ നല്ലത് പ്രവർത്തിക്കട്ടെ, നമുക്ക് ഒരു ആരാധകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്നാണ് ആശംസിക്കാം എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. കാരണം പുള്ളി ഇനിയിപ്പോൾ കംപ്ലീറ്റ് സിനിമയിൽ നിന്ന് വിട്ട് നിൽക്കാനേ വഴിയുള്ളൂ. കാരണം ഭൂരിഭാഗം അങ്ങനെയായിരിക്കും വരുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനൊരു ആശംസ വിജയ് ആരാധകർ എന്നുള്ള നിലയിൽ നമുക്ക് നൽകാം. ഞാൻ എന്നാണേലും ഇനിയിപ്പോൾ എന്നാണേലും പുള്ളിയുടെ സിനിമ ആണോ എനിക്കറിയത്തില്ല. കാണുവാണെങ്കിൽ നല്ലത്, കാണുവാണെങ്കിൽ ഇനിയും കാണും. ഞാൻ ആണെങ്കിലും പുള്ളിക്ക്, അതായത് ഒരു മലയാളി വിജയ് ആരാധകൻ എന്നുള്ള ഒരു നിലയിൽ ഞാൻ പുള്ളിക്ക് ഇനി സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും, അഥവാ അല്ലെ രാഷ്ട്രീയത്തിലായിട്ട് മാത്രമായിട്ട് ഇറങ്ങുവാണെങ്കിലും എന്നാലും പുള്ളിക്ക് ഞാനൊരു ആശംസ അറിയിക്കുകയാണ്. കാരണം അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി അവിടെ ഉള്ളവർക്ക് നല്ല ചെയ്ത്, അതായത് നന്മ മാത്രം ചെയ്ത് പുള്ളിക്കൊരു നല്ലൊരു ഇതുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത് കേൾക്കുന്ന, അതായത് ഈ പുള്ളിയുടെ ഒരു ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു വിഷമം കാണും. കാരണം പുള്ളിക്കുള്ളൊരു ഫാൻ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേറെ ഒരു നടനും കിട്ടിയിട്ടില്ല ഉള്ള കാര്യം പറയുവാണെങ്കിൽ. കാരണം പുള്ളിയുടെ ഒരു വാക്കും പുള്ളി തന്നെ ഓരോ ഓഡിയോ ലോഞ്ചിൻ്റെ അകത്തും ഉച്ചരിക്കുന്നൊരു വാക്കുണ്ട്, ആരാധകരെ ചേർത്ത് പിടിച്ചുള്ള എൻ നെഞ്ചിൽ കുടിയിരിക്കും എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നൊരു സന്തോഷം, അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ആരോ ഒരാൾ എന്നുള്ള രീതിക്ക്. അതുകൊണ്ടാണല്ലോ നമ്മൾ എത്ര, അതായത് ഇപ്പോൾ ഫാൻ ഷോയ്ക്കാണേലും അതുപോലെ ഏത് ഷോയ്ക്കാണേലും ഒരു വിജയിപ്പാടാണ് എന്ന് പറയുമ്പോൾ കാണാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ വീട്ടിലുള്ള ആരോ ഒരാൾ ചെയ്തിട്ടുള്ള ഒരു ഫീലിംഗ് ആണല്ലോ നമുക്ക് വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും കാശായിട്ടാണേലും പോയി കാണുന്നത്. അപ്പോൾ ആ ഒരു ഇത് എനിക്കുണ്ട്. ഞാൻ ഫാൻ ഷോയൊക്കെ നമ്മുടെ വാരിസാണോ അതെയോ ഇതാണോ അറിയത്തില്ല, മറ്റേ ലിയോയാണോ അറിയില്ല, അതിൻ്റെ ഫാൻ ഷോയ്ക്കൊക്കെ പോയാലോ എന്നൊക്കെ ആലോചിച്ചാൽ, പിന്നെ ഫാൻസ് ആകാം, പക്ഷെ അത്രയും ഡൈ ഹാർഡ് ഫാൻസ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ പോയി കണ്ടു. ഇനിയും അതായത് ജനനായകൻ ഇറങ്ങുമ്പോഴും ആദ്യത്തെ ആഴ്ച തന്നെ പോയി കാണണം എന്നാണ് ആഗ്രഹം, പറ്റുവാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി പുള്ളിയോട് ആശംസ പറയുന്നു. അതായത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി നല്ലത് പ്രവർത്തിക്കാൻ പറ്റട്ടെ. അതായത് എല്ലായിടത്തും, അതായത് പുള്ളി ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പുള്ളിയുടെ ഇതിലെന്ന് അറിയില്ല. കാരണം പുള്ളി ഇപ്പോൾ തമിഴ്നാട്ടിലുപരി കേരളത്തിലും ഇങ്ങനെ TVക്കടെ ഇത് കൊണ്ടുവരുന്നുണ്ടെന്നാണ് കേൾക്കണത്. എനിക്കറിയത്തില്ല. പുള്ളി പ്രവർത്തിക്കുന്ന സ്ഥലത്തും, അതായത് ഇപ്പോൾ ഏത് ഫീൽഡിലാണേലും, മൂവിയുടെ ഫീൽഡിലാണേലും, അതിപ്പോൾ ഫീൽഡെന്നല്ല സോറി, പുള്ളി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണേലും സിനിമയിലാണേലും എവിടെയാണേലും പുള്ളിക്ക് നല്ല രീതിക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതായത് ജനങ്ങളോട് നന്മ
ഉള്ള ഒരാളായിട്ട് നിൽക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു വിജയ് ആരാധകനുള്ള എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോനെ പറ്റിയുള്ള. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്താണ്. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വിജയ് സാറിൻ്റെ മൊത്തം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം എനിക്ക് തോന്നുന്നത് അത് ഉള്ളതെന്ന് എനിക്ക് തോന്നണം. ഓരോ ന്യൂസിലും അങ്ങനെയൊക്കെ പോസ്റ്ററായിട്ടും റീലായിട്ടും എല്ലാം ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നി ചെയ്തതാണ് വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.